കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ വാക്ക് എലോൺ എന്ന ഈ പദ്യത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. Let's read. The life stories of Bethany Hamilton and Neerja Banot are powerful testaments to the strength of the human spirit. ബെറ്റാനി ഹാമിൽട്ടന്റെയും നീർജ ബാനോട്ടിന്റെയും ജീവിത കഥകൾ മനുഷ്യന്റെ മനോബലത്തിന്റെയും മനോധൈര്യത്തിന്റെയും ശക്തമായ തെളിവുകളാണ്. Here is a poem by Tagore that takes the readers on a contemplative journey into the self. അപ്പോൾ ഇവിടെ പറയുന്നത് ടാഗോർ എഴുതിയ ഈ കവിത വായിക്കുമ്പോൾ അത് ഈ വായനക്കാരെ കോൺടെംപ്ലേറ്റീവ് ജേർണി, അതായത് ആഴത്തിലുള്ള ചിന്തയിലേക്കും ആത്മപരിശോധന നിറഞ്ഞ ഒരു യാത്രയിലേക്കും കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. സോ എൻജോയ് ദ പോയം. അങ്ങനെ നമുക്ക് വായിച്ച് ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്ക് എലോൺ എന്നുള്ള ഈ കവിത ഒറിജിനലായിട്ട് എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ ഇതിന്റെ ഹെഡിങ് എക്ല ചലോരെ, വാക്ക് എലോൺ, ഒറ്റയ്ക്ക് നടക്കുക എന്നാണ്. ഈ കവിതയുടെ പ്രധാന ആശയങ്ങൾ എന്താണ്? ഒറ്റയ്ക്കുള്ള യാത്ര, ആത്മവിശ്വാസം, ഭയമില്ലാത്ത മനസ്സ്, സ്വതന്ത്ര ചിന്ത. അപ്പോ എന്താ ഇവിടെ പറയുന്നത്? ആത്മവിശ്വാസത്തോടെ, ഭയമില്ലാതെ, സ്വതന്ത്രമായി ചിന്തിച്ച് ഒറ്റയ്ക്ക് ഉള്ള ഒരു യാത്ര. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. If no one listen to your call, then you must walk on alone. നിന്റെ വിളി അല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് വാക്ക് ഓൺ എലോൺ, നീ ഒറ്റയ്ക്ക് നടന്ന് മുന്നോട്ട് പോകണം. മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ ആൻഡ് മൂവ് ഓൺ എലോൺ. നീ ഒറ്റയ്ക്ക് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ മൈ ഹാപ്ലെസ് വൺ. ഇവിടെ ഹാപ്ലെസ് എന്ന വാക്കിന്റെ അർത്ഥം നിർഭാഗ്യവാൻ. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? നിർഭാഗ്യവാനായ മനുഷ്യനെ, നിന്നോട് ആരും സംസാരിക്കുന്നില്ല എങ്കിൽ, ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, ഇഫ് എവരി വൺ ഈസ് അഫ്രേഡ്, എല്ലാവർക്കും ഭയമാണെങ്കിൽ, എല്ലാവരും നിന്നിൽ നിന്ന് തിരിഞ്ഞു പോകുകയാണെങ്കിൽ, then open your heart and speak out your mind alone. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഹൃദയം തുറന്ന് നീ നിന്റെ മനസ്സിലുള്ളത് പറയുക. ഈ ഒരു പാരഗ്രാഫിന്റെ ചുരുക്കം ഒന്ന് നോക്കിയാലോ? അതായത് നീ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഓക്കെ, നിന്നോട് ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും നിന്നിൽ നിന്ന് തിരിഞ്ഞു മാറിപ്പോവുകയാണ്, എല്ലാവർക്കും ഭയമാണ്, നീ ഒരു നിർഭാഗ്യവാനായ മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ ധൈര്യത്തോടെ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവുക. അതാണ് ഈ വരികൾ പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ്, ഇഫ് എവരി വൺ ടേൺസ് അവേ, ഓ മൈ ഹാപ്ലെസ് വൺ, ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, no one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. If everyone turns away, O my hapless one, O എൻ്റെ ദുർഭാഗ്യവാനെ, എല്ലാവരും നിന്നിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, if as you walk alone on a dark road, നീ ഒരു ഇരുണ്ട വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ, no one joins you on your journey, നിന്റെ ആ യാത്രയിൽ ആരും നിന്റെ കൂടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? then you must crush the thorns in your path. അപ്പൊ നീ ആ വഴിയിലുള്ള മുള്ളുകളെയൊക്കെ ഒടിച്ച് ഞെരിച്ചു കളയണം. with your bleeding feet and walk ahead alone. പക്ഷെ ആ മുള്ളൊക്കെ കൊണ്ടിട്ട് നിന്റെ കാല് നിന്ന് ചോര ഒലിക്കുന്നുണ്ടാവും. പക്ഷെ ആ ചോര ഒലിക്കുന്ന കാല് വെച്ചിട്ട് നീ നടന്ന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഈ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ഒരു ചുരുക്കം അർത്ഥം നോക്കുകയാണെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാവരും നിന്നിൽ നിന്ന് വിട്ടുമാറി നീ ഒറ്റയ്ക്ക് ആ ഇരുണ്ട വഴിയിലൂടെ നടക്കുമ്പോൾ, ഇരുണ്ട വഴി എന്നിവിടെ പറയുന്നത് പ്രയാസങ്ങളെയാണ്. അപ്പൊ അങ്ങനെ പ്രയാസങ്ങൾ ഒക്കെ നേരിട്ട് നീ പോകുമ്പോൾ ഈ വഴിയിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സഹിച്ചുകൊണ്ട് ധൈര്യത്തോടെ നീ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഈ പാരഗ്രാഫിന്റെ ചുരുക്കം. മൂന്നാമത്തെ പാരഗ്രാഫ്, if no one holds up a light, oh my hapless one, if on a dark, stormy and rainy night everyone seeks refuge behind a closed door, then with the flame from a roaring lightning set your own heart on fire and shine alone, that many may
aspire. If no one holds up a light, O my hapless one. ഓ എൻ്റെ ദുർഭാഗ്യവാനെ, ആരും നിനക്ക് വേണ്ടി ഒരു വെളിച്ചം കാണിക്കാനില്ലെങ്കിൽ. If on a dark, stormy and rainy night, everyone seeks refuge behind a closed door. ഇരുണ്ട കാറ്റും മഴയും നിറഞ്ഞ ആ രാത്രിയിൽ എല്ലാവരും അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ അഭയം തേടാൻ ആഗ്രഹിക്കുമ്പോൾ, അതായത് സീക്സ് റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയം തേടാൻ ആഗ്രഹിക്കുക. അതായത് ഇങ്ങനത്തെ മഴയും കാറ്റൊക്കെ ഉള്ള സമയത്ത്, രാത്രി സമയമാണെങ്കിൽ എല്ലാവരും മുറിക്കകത്ത് കയറി വാതിൽ അടച്ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, then with the flame from a roaring lightning set your own heart on fire. അപ്പോൾ നീ എന്ത് ചെയ്യണം? ആ ഇടിമിന്നലിൽ നിന്ന് നിന്റെ സ്വന്തം ഹൃദയത്തെ ജ്വലിപ്പിക്കണം, സ്വന്തം ഹൃദയത്തിനെ തീ പിടിപ്പിക്കണം. ആൻഡ് ഷൈൻ അലോൺ ദാറ്റ് മെനി മേ ആസ്പയർ. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ ഒറ്റയ്ക്ക് പ്രകാശിക്കണം. അത് പലർക്കും ഒരു പ്രചോദനമാകും. ആസ്പയർ എന്ന് പറഞ്ഞാൽ പ്രചോദനമാകും. അപ്പോൾ നമ്മൾ ഈ പദ്യമെല്ലാം വായിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇതിൻ്റെ മൊത്തത്തിൽ ഈ പദ്യം മുഴുവനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം എന്താണ്? ആരും നമ്മളെ പിന്തുണയ്ക്കാൻ ഇല്ലാത്ത സമയം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എല്ലാവരും നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യണം. പല പ്രയാസങ്ങളും ബാധകളും ഭയങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാലും നമ്മുടെ മനസ്സിനുള്ളത് തുറന്ന് പറഞ്ഞ് സ്വന്തം ശക്തിയിൽ മുന്നോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും. ഓക്കെ സ്റ്റുഡൻസ്, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ വാക്ക് എലോൺ എന്ന ഈ പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.